ബിഗ് ബോസ് മലയാളം സീസൺ 7 സാമാന്യ ബുദ്ധിയുള്ള ഒരുത്തനുമില്ലേ ഇത്തവണ മത്സരാർത്ഥിയായി. ബിഗ് ബോസ് മലയാളം സീസൺ 7 കണ്ട് പ്രേക്ഷകരിൽ പലരും ചോദിക്കുന്നത് ഇങ്ങനെയാണ്: 7 സീസണുകളും വെച്ച് നോക്കുമ്പോൾ ബിഗ് ബോസ് ഗെയിം കളിക്കാൻ പാകത്തിന് നിലവാരമുള്ള മത്സരാർത്ഥികളില്ലാത്തത് സീസൺ 7-ലാണ് എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. ഇതിനിടയിൽ ചക്രവ്യൂഹം എന്താണ് എന്ന ലാലേട്ടന്റെ ചോദ്യത്തിന് മുൻപിൽ പകച്ച കണ്ടസ്റ്റൻസിനെ കണ്ട് തലയിൽ കൈവയ്ക്കുകയാണ് പ്രേക്ഷകർ. ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കുകളിൽ ഒന്നായിരുന്നു ചക്രവ്യൂഹം. നെവിനാണ് ഈ ടാസ്കിൽ ജയിച്ചത്. ശനിയാഴ്ചത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ചക്രവ്യൂഹം എന്താണെന്നറിയുമോ എന്ന് നെവിനോട് ലാലേട്ടൻ ചോദിച്ചു. ഇതോടെയാണ് മഹാഭാരതവും ചക്രവ്യൂഹവും ഒന്നും അറിയാത്ത മനുഷ്യരാണ് അവിടെ ഇരിക്കുന്നത് എന്ന് ലാലേട്ടനും പ്രേക്ഷകർക്ക് മനസ്സിലായത്. മഹാഭാരതത്തിൽ സുഭദ്രയോടും അർജുനനോടും കൃഷ്ണൻ യുദ്ധത്തിലെ സർപ്പവ്യൂഹം, ചക്രവ്യൂഹം എന്നിവയെ കുറിച്ചെല്ലാം പറയുന്നുണ്ട്. അഭിമന്യു ഗർഭസ്ഥ ശിശുവായിരിക്കുമ്പോഴാണ് ഇത്. എന്നാൽ ചക്രവ്യൂഹത്തെക്കുറിച്ച് പറയുന്ന സമയം സുഭദ്ര മയങ്ങി പോകുന്നു. കൃഷ്ണൻ കഥ പറയുന്ന നിർത്തുകയും ചെയ്തതോടെ ചക്രവ്യൂഹത്തിൽ നിന്ന് എങ്ങനെയാണ് ഇറങ്ങേണ്ടത് എന്ന ഗർഭസ്ഥ ശിശുവായിരുന്ന അഭിമന്യുവിന് അറിയാനായില്ല. മഹാഭാരതത്തിലെ ഈ സംഭവം കേൾക്കാത്തവരുണ്ടെന്നുള്ളത് പ്രേക്ഷകരെ ഞെട്ടിച്ചു. എന്താണ് ചക്രവ്യൂഹം എന്ന് അറിയില്ല എന്ന് നെവിൻ പറഞ്ഞതോടെ ലാലേട്ടൻ അനീഷിനെ വിളിച്ചു. ചക്രവ്യൂഹം എന്താണ് എന്ന് പറഞ്ഞുകൊടുക്കൂ എന്ന് അനീഷിനോട് ലാലേട്ടൻ പറഞ്ഞു. പുസ്തകമൊക്കെ എഴുതിയതായി പറയുന്ന അനീഷിനെങ്കിലും മഹാഭാരതത്തിലെ ചക്രവ്യൂഹത്തെക്കുറിച്ച് അറിയാമായിരിക്കുമെന്ന് ലാലേട്ടൻ കരുതി. പക്ഷേ അനീഷ് പറയുന്നത് കേട്ടും ലാലേട്ടൻ ഞെട്ടി. കൈവിരലിന് മുകളിലിരുന്ന് കറങ്ങുന്ന സാധനമല്ലേ ചക്രവ്യൂഹം എന്നായിരുന്നു നെവിനും അനുമോളും. അത് സുദർശന ചക്രമാണ് എന്ന് ഇവരെ നോക്കി ലാലേട്ടൻ ദയനീയമായി പറഞ്ഞു. ഒടുവിൽ ടൈം ലൂപ്പ് എന്ന് പറഞ്ഞ് സാബുമാനും ആര്യനും കൂടി ഒരു തീരുമാനത്തിലെത്തി. മഹാഭാരതത്തിലെ ചക്രവ്യൂഹം എന്താണ് എന്ന് ലാലേട്ടൻ കണ്ടസ്റ്റന്റിനോട് ചുരുക്കി പറഞ്ഞു. ഞാനീ പറഞ്ഞത് കേട്ട് അനീഷിന് മഹാഭാരതത്തിലെ ചക്രവ്യൂഹം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതി ബാക്കിയുള്ളവർക്ക് വ്യക്തമായി കൊടുക്കാൻ ലാലേട്ടൻ അനീഷിനോട് പറഞ്ഞു. എന്നാൽ ലാലേട്ടൻ പറഞ്ഞത് എന്താണോ അത് തന്നെ ആവർത്തിക്കുകയാണ് അനീഷ് ചെയ്തത്. ഇതിനെക്കുറിച്ച് കൂടുതൽ ചോദിച്ചാൽ ശരിയാവില്ല എന്ന് ബോധ്യമായതോടെ ലാലേട്ടൻ മറ്റു കാര്യങ്ങൾക്ക് തിരിഞ്ഞു. ബിഗ് ബോസിലെ ടിക്കറ്റ് ടു ഫിനാലെയിലേക്കുള്ള അവസാന ടാസ്കായിരുന്ന ഉല്ലാസയാത്ര കാർ ടാസ്ക് നൂറയെ മറികടന്ന് 1-ാം സ്ഥാനം പിടിക്കാൻ ചാൻസ് ഇല്ലെന്ന് വ്യക്തമായിട്ടും കാർ ടാസ്കിൽ ആരും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. കാറിൽ തിങ്ങിക്കൂടിയിരുന്ന് പോരടിക്കുന്നതിനിടയിൽ രസകരമായ ചില നിമിഷങ്ങളുടെ റീൽ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി. കരയുന്ന അനീഷിനോട് ഇത് വിനോദയാത്രയാണ്, ചില്ലായിരിക്കുക എന്നാണ് അക്ബറിന്റെ ഡയലോഗ് വന്നത്. നൂറയും ആര്യനുമാണ് അനീഷിനൊപ്പം കാറിലെ മുൻസീറ്റിലിരുന്നത്. കാറിലിരുന്ന് അനീഷിനെയും അനുമോളെയും ഉന്നം വെച്ച് പാരഡി പാട്ട് പാടിയാണ് അക്ബർ സമയം കഴിച്ചത്. കാർ ടാസ്കിൽ ആദ്യം പുറത്തായത് നെവിനാണ്. അവസരം മുതലെടുത്ത് നെവിൻ മറ്റ് പലരുടെയും ഭക്ഷണം എടുത്ത് കഴിച്ചു. കാറിന് മുൻപിലൂടെ നെവിൻ കടന്നു പോയപ്പോൾ എത്തി അനുമോളുടെ തഗ്. അനീഷേട്ട മുൻപിൽ കാട്ടുപോത്തെന്നും പിടിക്കുക എന്ന് പറഞ്ഞാണ് നെവിനെ അനുമോൾ കുത്തിയത്. പിന്നെ ആദിലയുടെ ഊഴമായിരുന്നു. ഗർഭിണികൾ നടക്കുന്നത് പോലെയല്ലേ എന്നാണ് ആദില ചോദിച്ചത്. വന്നപ്പോൾ മുതൽ നെവിൻ അങ്ങനെയാണ് നടക്കുന്നതെന്നാണ് അക്ബർ മറുപടി കൊടുത്തത്. ഇതുപോലുള്ള ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.